കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ശാസ്താംകോട്ടയിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയും മുൻ സൂപ്പർ താരവുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപിയും ഒരു കോൺഗ്രസ് നേതാവും തമ്മിൽ നടുറോട്ടിൽ വെച്ച് വലിയ തർക്കങ്ങളുണ്ടായി. ഇരുവരുടെയും വാഹനങ്ങൾ തമ്മിലൊന്ന് ഉരശി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും തമ്മിൽ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഗതാഗതം മുട്ടിച്ചുകൊണ്ട് നടുറോട്ടിൽ വെച്ച് കൊണ്ടുപോർത്തത്. ഇത് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അത് ഒരു വാർത്തയായി ഏതാനും ബുള്ളറ്റുകളിൽ അവർ തുടർന്ന് പോവുകയും ചെയ്തു. തുടർന്ന് ഇരു കക്ഷികൾക്കും തമ്മിൽ പരാതിയൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ മാധവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വെറുതെ വിടുകയും ചെയ്തു. ഇവിടെയും നമ്മുടെ ആളുകളുടെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ സുരേഷ് മാധവ് അല്ലെങ്കിൽ മാധവ് സുരേഷ് എന്ന് പറയുന്ന സിനിമാ താരം, അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനാണ്, സംഘപരിവാർ നേതാവിൻ്റെ മകനാണ്, BJPയുടെ നേതാവാണ്, എതിർപക്ഷത്ത് കോൺഗ്രസ് നേതാവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്രകളുടെ, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ടവരാണ് ഇരുവരും എന്നർത്ഥം. രണ്ടുപേരും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആശയങ്ങളുടെ, രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഈ വാർത്ത ഒന്ന് കൊടുത്തു എന്നതിനപ്പുറം വലിയ വിഷയങ്ങൾ. പക്ഷേ ഇവിടെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. മാധവ് സുരേഷിൻ്റെ എതിർഭാഗത്തുണ്ടായിരുന്ന കക്ഷി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നെങ്കിൽ ചിത്രം ആകപ്പാടെ മാറിയാണ്. പണ്ട് രാജേന്ദ്രനെയും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLAയെയും എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമ വിചാരണയ്ക്ക് വിധേയരായി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികളായി, കുറ്റവാളികളായി അവർ ചിത്രീകരിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആകാതെ പോയത് നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും ഈ പ്രശ്നം എടുത്തിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും ചർച്ച ചെയ്തേനെ.